നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു നാടകം അരങ്ങേറുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. ഞാനുമൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. അത് സ്റ്റുഡിയോ എന്ന ഗാർമെൻറ്റ് കച്ചവടം, അതായത് വസ്ത്രങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ വ്യാപകമായിട്ട് ഒരു ഇസ്ലാമിക യുവജന പ്രസ്ഥാനം നടത്തിയ പ്രതിഷേധങ്ങളാണ്. കേരളത്തിന് പുറത്തും ചില സ്ഥലങ്ങളിലെങ്കിലും ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം അത് ഇസ്രയേലിനെ സഹായിക്കുന്ന ടാറ്റയ്ക്കെതിരെ നടത്തുന്ന പ്രതിഷേധമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതോ തുണിക്കടയ്ക്ക് നേരെ നടത്തുന്ന ഈ പ്രതിഷേധമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേരെയുള്ള പ്രതിഷേധമാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ശരിക്കും ഭാരതത്തിന് നേരെ, ഭാരതത്തിൻ്റെ സർക്കാരിന് നേരെയുള്ള പ്രതിഷേധമാണ്. പക്ഷേ അത് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഇസ്രായേലിനെയും പറഞ്ഞ് ഇസ്രായേലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനിയെയൊക്കെ കുറ്റം പറഞ്ഞ് അങ്ങനെ കൊഴുപ്പിക്കുകയാണ് രംഗം ഇവർ. യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നിലപാടിനെതിരെയുള്ള ഇവരുടെ ശക്തമായ ഉള്ളിലിരിക്കുന്ന പ്രതിഷേധമാണ് ഈ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ എന്നുള്ളത് ഒന്ന് വിശദമാക്കാം. അതിനു മുമ്പ് ഈ പ്രതിഷേധത്തിന് ഇവർ പറയുന്ന കാരണങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. TCS എന്ന് പറയുന്ന ടാറ്റ കൺസൾട്ടൻസി കമ്പനി, അതുകൊണ്ട് ടാറ്റയെ മുഴുവനായിട്ട് പറയുകയാണ്, ഈ കമ്പനി അവിടെ ഇസ്രായേലിന് വേണ്ട സാങ്കേതിക വിദ്യകളൊക്കെ കൊടുക്കുന്നു. ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇസ്രായേൽ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നുള്ളതാണ് പറയുന്നത്. എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഈ പറച്ചിലിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. TCS അവിടെ പോയിരിക്കുന്നത് ഇസ്രായേലിനെ പല മേഖലകളിൽ സഹായിക്കാനാണ്. ടാറ്റ എന്ന കമ്പനി ഇസ്രായേലുമായിട്ടുള്ള സഹകരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ടാറ്റ അവിടെ പല തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടാറ്റ മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി. വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനികളുണ്ട്, മറ്റ് പല കമ്പനികളുണ്ട്. എന്തിനും നമ്മുടെ കല്യാൺ ജുവലേഴ്സ് പോലും ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇസ്രായേലുമായി സഹകരിക്കുന്നുണ്ട്. പല മേഖലകളിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതിൽ ഡിഫൻസ് ഒരു ഭാഗമാണെങ്കിൽ കൃഷി ഉൾപ്പെടെ സോളാർ എനർജി ഉൾപ്പെടെ മറ്റ് നിരവധി വിഷയങ്ങളിൽ വലിയ തോതിൽ ഗവേഷണം നടക്കുന്നുണ്ട്, പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഈ ചോരക്കറ TCS ടാറ്റ കാരണമാണ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായത് എന്ന് പറയുന്നത് എത്ര ബാലിശമാണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് മറ്റ് കമ്പനികളുടെ കൂടെ പേര് ഞാൻ ഇതിൽ എടുത്തത്. ഇത് TCS മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ഇപ്പോൾ ലോകത്തെ ഏത് രാജ്യവും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ കൈകളിൽ രക്തക്കറയുണ്ടാവും. അത് രാജ്യം മാത്രമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവർ പറയാത്തതും അതാണ്. ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകമെമ്പാടും നടത്തുന്ന അക്രമത്തിലും അനീതിയിലും ഒക്കെ ഈ ചോരക്കറയില്ലേ? ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി നടത്തിയ കാടൻ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഹമാസിൻ്റെ കൈകളിൽ ഈ ചോരക്കറയില്ലേ? പക്ഷേ അതാരും മിണ്ടത്തില്ല. ഇവർ പറയുന്നത് തികച്ചും ഏകപക്ഷീയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ പാലസ്തീനിൽ മാത്രമാണോ കുഞ്ഞുങ്ങളുള്ളത്? ലോകത്ത് എവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും അവിടെ ഏറ്റവും കൂടുതൽ അത് കാരണം അഫക്റ്റഡ് ആവുന്നത്, അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അത് പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒന്നുമല്ല. ഇവരെന്തുകൊണ്ടാണ്, ഇവർക്ക് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് സിറിയയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മിണ്ടാത്തത്? സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടന്നു. ആ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ മരുഭൂമിയിലൂടെ കൈകളിൽ സ്വന്തം അത്യാവശ്യ സാധനങ്ങളും പിടിച്ച് നടന്നു വരുന്ന എത്ര കുഞ്ഞുങ്ങളെയാണ് അവിടെ UN-ൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയും മരിച്ചുപോയി, കൂടെ ബന്ധുക്കളുമില്ല, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് മരുഭൂമിയിലൂടെ ഒരു തനിക്ക് താങ്ങാവുന്നതിലും വലിയ ഭാരമുള്ള ബാഗും കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ കഥകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 13,000-ഓളം കുഞ്ഞുങ്ങളാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്.
അതിൻ്റെ എത്രയോ ഇരട്ടി കുഞ്ഞുങ്ങൾക്ക് അവിടെ മുന്നോട്ട് ജീവിക്കാൻ, വിദ്യാഭ്യാസം നടത്താൻ സൗകര്യമില്ലാതായി എന്ന് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ? അതിൻ്റെ കണക്കുകളും UN പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 24 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതിൽ എത്രയോ ഇരട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര പോഷകാഹാരമില്ലാതെ അവർ കഷ്ടപ്പെടുന്നുണ്ട്. ചിലരൊക്കെ പിന്നീട് മരിച്ചിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതുകൂടി പറയേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് സിറിയയെക്കുറിച്ച് ഇവർ മിണ്ടാത്തത്? കാരണം സിറിയയിൽ പരസ്പരം പോരടിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജൂതൻ്റെ അംശമില്ലാത്തതുകൊണ്ട്, അവിടെ ഹിന്ദുവിൻ്റെ അംശമില്ലാത്തതുകൊണ്ട്, അവിടെ ക്രിസ്ത്യാനികളില്ലാത്തതുകൊണ്ട് അവർക്കത് ഒരു വിഷയമല്ല. അത് ഞങ്ങളുടെ ആൾക്കാർ തമ്മിൽ അടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം. ഇനിയും സിറിയ പോരായെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ നൈജീരിയയുണ്ട്. നൈജീരിയയിലെ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. കുഞ്ഞുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സംഘടനയാണ് ആ സംഘടന. ഒരു സ്കൂളൊക്കെ ഒറ്റയടിക്ക്, ഒരു സ്കൂളിലെ സകല കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് തട്ടിക്കൊണ്ടുപോയ ചരിത്രം പോലും ഉണ്ട് ഈ ബൊക്കോ ഹറാമിന്. ഈ നൈജീരിയയിൽ ഇവർ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളെ സെക്സ് സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇവരെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് ഇവരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയാണ് എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ. ബൊക്കോ ഹറാം ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. പക്ഷേ ആ സംഘടനയ്ക്കെതിരെ ഒരു വാക്കുരിയാടാൻ ഇതുവരെ ഈ പറയുന്ന സ്റ്റുഡിയോയ്ക്ക് നേരെ പ്ലക്കാർഡും പിടിച്ച് നീങ്ങുന്ന ഈ പറയുന്ന ഇസ്ലാമിക യുവജന സംഘടനകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ബൊക്കോ ഹറാം അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സിറിയയിലെ കുഞ്ഞുങ്ങളുടെ വിഷയം അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അവർക്കെല്ലാം പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ വളരെ സ്പെഷ്യലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ള മതപരമായ കാരണം മാത്രമാണ്. ഇനി ആ ജൂതരാഷ്ട്രത്തിൽ മാത്രം ഈ വിരോധം നിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കെടുത്തു പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വിരോധം അതിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ജൂതരാഷ്ട്രമായ ഇസ്രായേലുമായി സഹകരിക്കുന്ന ഭാരതത്തോടുള്ള വിരോധമാക്കി മാറ്റാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ തുടക്കം മാത്രമാണ് നമ്മൾ ഈ സ്റ്റുഡിയോ വിഷയത്തിൽ കാണുന്നത്. ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം 1990-ലാണ് തുടങ്ങിയത്. 92-ലാണ് ഫുൾ ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധം തുടങ്ങിയത്. അത് കോൺഗ്രസിൻ്റെ കാലത്താണ്, ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തല്ല. ആ ബന്ധം അന്നു മുതൽ ഇന്നു വരെ കൂടുതൽ സ്ഥിരതയുള്ളതും കൂടുതൽ ശക്തമായി മാറിയിട്ടേ ഉള്ളൂ. ഇന്ന് ഭാരതവും ഇസ്രായേലും തമ്മിൽ വിവിധ രംഗങ്ങളിൽ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. ഒന്ന്, TCSൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. TCS അവിടെ വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2005 മുതലാണ് TCS അവിടെ പ്രവർത്തിക്കുന്നത്. അവരവിടുത്തെ ഡിജിറ്റൽ ബാങ്കിങ് മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റുഡിയോയ്ക്കെതിരെയാണ് ഈ പറയുന്ന തമാശ നടക്കുന്നത്. സ്റ്റുഡിയോ ഒരു തുണിക്കച്ചവട കമ്പനിയാണ് മാഷേ. ആ TCSൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ഫ്രാഞ്ചൈസി ഒക്കെ എടുത്ത് നാട്ടുകാർ നടത്തുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഈ പറയുന്ന വലിയ കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ബാങ്കിങ് മേഖലയിൽ, ഡിജിറ്റൽ ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല, ഇസ്രായേലിൻ്റെ വിവിധ മിനിസ്ട്രികളിലെ സകല വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് ക്ലൗഡിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം കൂടി ഇപ്പോൾ TCS ഏറ്റെടുത്ത് നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ മിനിസ്ട്രികളുടെയും. അപ്പോൾ TCS എന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ മേൽ ഇസ്രായേലി സർക്കാർ എത്രമാത്രം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഇത്. ഇനി അതുകൂടാതെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അവർ ടാറ്റയുടെ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായി ചേർന്ന് ഡിഫൻസ് തൊട്ട് നിരവധി മേഖലകളിൽ
വലിയ തോതിൽ ജോയിൻ്റ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ നടത്തുന്നുണ്ട്. അതിൽ റഡാറുകളുണ്ട്, അതിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്, UAV എന്ന് പറയുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആ ഇന്ത്യൻ ആക്രമണത്തിൽ ഉപയോഗപ്പെട്ടത് എന്നുള്ളതും കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ പിന്നീട് പറയാം. ഇനി മറ്റൊരു പ്രോഗ്രാം 14F എന്ന് പറയുന്ന ഭാരതവും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇതിൽ വലിയ തോതിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ സോളാർ വാട്ടർ പമ്പിങ് മുതൽ ഡ്രോണുകളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാനുള്ള ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ വരെയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ് നടത്തുന്നത്. ഇനി ഇതുകൂടാതെ വ്യവസായ രംഗത്തും വലിയ തോതിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യോജിക്കുന്നുണ്ട്, രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും വലിയ തോതിൽ റിസർച്ച് നടക്കുന്നുണ്ട്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന നമ്മുടെ സംഘടനയും ഇസ്രായേലിൻ്റെ DDR&D എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു വിഭാഗവും ചേർന്നാണ് ഈ വ്യവസായ മേഖലയിലുള്ള ഈ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ 2023 തന്നെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU സൈൻ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്തും ഇസ്രായേലുമായിട്ട് ടാറ്റ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ സഹകരിക്കുന്നുണ്ട്. ഇസ്രായേലിലെ ടെലവീവ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ TCS മാത്രം തന്നെ ടാറ്റ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഇവർ തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇവിടെ നാട്ടിലുള്ള ഈ ചില കക്ഷികൾക്ക് പൊള്ളുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലെയും ഇന്ത്യയിലെയും ഇൻ്റലിജൻസ് ഏജൻസീസ് തമ്മിലുള്ള കൊളാബറേഷനാണ്. നിങ്ങളാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നതല്ല അത്. സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊടി പിടിച്ചാലും ഇല്ലാതാകുന്നതല്ല അത്. കാരണം 1990 ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നമ്മൾ വളരെ ചെറിയ തോതിൽ തുടങ്ങിയത്. 92 അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായ ഡിപ്ലോമാറ്റിക് റിലേഷനിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ അതിനും എത്രയോ വർഷങ്ങൾ മുമ്പ് മൊസാദും ഭാരതവും കൂടി ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാനുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ചിരുന്നു. മൊസാദും ഭാരതത്തിലെ R&W റോയും ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് ചില ട്രെയിനിങ് പദ്ധതികളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിവിടെയുള്ള പല ആൾക്കാർക്കും അറിയുന്ന കാര്യമല്ല, അത് നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട വിഷയവുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ സുസ്ഥിരമാണ്. കണ്ണുമടച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തോടൊപ്പം നിന്ന ഒരു രാജ്യം ഇസ്രായേലാണ്, മറ്റൊരു രാജ്യം ഫ്രാൻസാണ്. പക്ഷേ ഫ്രാൻസിന് തീർച്ചയായിട്ടും ഭാരതവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കച്ചവട കണ്ണുകൂടുണ്ട്. ഇസ്രായേലെ അങ്ങനെ ഒരു കച്ചവട കണ്ണു പോലും ഇല്ലാതെ കണ്ണുമടച്ച് ഭാരതത്തോടൊപ്പം നിലനിന്ന രാജ്യമാണ്. കാരണം ഇസ്രായേലിനറിയാം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് അവർ നമ്മളോടൊപ്പം നിന്നാണ്. അങ്ങനെ ഒരു സുസ്ഥിരമായ ഒരു നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് നമ്മൾക്ക് ഇസ്രായേൽ. ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നത തലത്തിൽ നിരന്തര ബന്ധമുള്ള ഒരു ബന്ധം കൂടിയാണ് ഭാരതത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും. പതിവായിട്ട് ഭാരതത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കാറുണ്ട്. അത് മറ്റ് പല രാജ്യങ്ങളുടെ കാര്യത്തിലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു സുസ്ഥിരമായ ബന്ധമുണ്ട്. ഈ ബന്ധത്തിലുള്ള കണ്ണുകടിയാണ് ഈ സ്റ്റുഡിയോയുടെ നേരെ പ്ലക്കാർഡുമായിട്ട് ഓടാനുള്ള കാരണം. അല്ലാതെ ടാറ്റയോടുള്ള വിരോധമല്ല, ഒരുപക്ഷെ ഇസ്രായേലിനോടുള്ള വിരോധവും ഇസ്രായേലിനോട് സഹകരിക്കുന്ന ഭാരതത്തോടുള്ള വിരോധവുമാണ്. പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തുറന്നു പറഞ്ഞാൽ നാട്ടുകാർ കൈവെക്കും എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് സ്റ്റുഡിയോയെ പിടിച്ച് ഈ പുകിലെല്ലാം ഉണ്ടാക്കുകയാണ്. ഇസ്ലാമിക ലോകത്തിന് മുഴുവൻ ശത്രുവായ ഇസ്രായേലിനോട് സഹകരിക്കരുത് എന്ന് ഭാരതത്തിൻ്റെ സർക്കാരിനോട് അവകാശപ്പെടാനുള്ള നട്ടല്ലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പുകിലെല്ലാം ഇവർ ഉണ്ടാക്കുന്നത്. ഇനി അങ്ങനെ പോലും പറയുന്നത് ശരിയല്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക ലോകത്തിന് മുഴുവൻ ശത്രു അല്ല ഇന്ന് ഇസ്രായേൽ. പല രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലുമായി നേരിട്ടും അല്ലാതെയും തേർഡ് പാർട്ടി വഴിയുമൊക്കെ ബന്ധങ്ങൾ വെക്കുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാനെ അടിച്ചതിൽ, പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായതിൽ ഇസ്രായേലിനൊരു വലിയ പങ്കുണ്ട് എന്നുള്ള ഇവരുടെ ബോധ്യമാണ്. ആ ബോധ്യം ശരിയുമാണ്.
ഇസ്രായേലിലെ ഡ്രോണുകൾ, നമ്മൾ ഹെറോൺ ഡ്രോണുകൾ, അതേപോലെ ഹാരോപ്പ് ഡ്രോണുകൾ, സ്കൈ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഡ്രോണുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ ടാവോർ X-95 എന്ന് പറയുന്ന തോക്കും നമ്മൾ, അസോൾട്ട് റൈഫിളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി തന്നെയാണ് ഇസ്ലാമിക ഭീകര രാഷ്ട്രമായ പാകിസ്ഥാനെ നമ്മൾ അടിച്ചത്. അതിലുള്ള വിരോധം കൂടിയാണ് സ്റ്റുഡിയോയുടെ മുമ്പിലെ ഈ പ്ലക്കാർഡ് നമ്മളോട് പറയുന്നത്. നമസ്കാരം.